ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ ഉടമകൾക്ക് പുറമെ ലീഡർമാർക്കും ഇഡി നോട്ടീസ് അയച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് 4 ലീഡർമാർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഹാജരാകാനാണ് നിർദ്ദേശം. മണി ചെയിൻ തട്ടിപ്പിന് പുറമെ ബിറ്റ്കോയിൻ തട്ടിപ്പിലും ഇവരെ ചോദ്യം ചെയ്യും. അലി അക്ബർ ഷാ നൽകും കൂടുതൽ വിവരങ്ങൾ. അലി അക്ബർ ഷാ, ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ ഉടമകൾക്ക് പുറമെ ലീഡർമാർക്കും നോട്ടീസ് അയച്ചിരിക്കുന്നു ഇഡി. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? സുജിയ പറഞ്ഞതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായിരുന്നു ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈറിച്ചിന്റെ ഉടമകളായ ശ്രീന, പ്രതാപൻ എന്നിവർക്കെതിരെ നേരത്തെ തന്നെ ഇഡി നടപടികൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഈ ഉടമകൾക്ക് പുറമെ ഹൈറിച്ചിന്റെ ലീഡർമാർക്ക് കൂടി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇഡി. ഈ ഹൈറിച്ചിന്റെ ഒരു പ്രവർത്തനം ആ രീതിയിലാണ്. നിരവധി ലീഡർമാരുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ ഏകീകരണവും പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്നത്. ഇപ്പോൾ 4 ലീഡർമാർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ എറണാകുളത്തെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ഇപ്പോൾ നോട്ടീസിലൂടെ അറിയിച്ചിരിക്കുന്നത്. മണി ചെയിൻ തട്ടിപ്പിന് പുറമെ ബിറ്റ്കോയിൻ വഴിയും കോടികളുടെ തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തൽ നേരത്തെ തന്നെ ഇഡി നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ CBI അന്വേഷണത്തിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പോലീസിന് ഇതിൽ അന്വേഷണം തുടരാമെന്ന് തന്നെ ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. ഈ CBIയുടെ അന്വേഷണം പുരോഗമിക്കാത്ത ഘട്ടത്തിൽ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടിക്രമങ്ങൾ ഇഡിയിൽ നിന്നുണ്ടായേക്കാം. ഇപ്പോൾ 4 ലീഡർമാർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സുജയ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക അലി അക്ബർ ഷാ. ഉടമകൾക്ക് പുറമെ ലീഡർമാർക്കും ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിൽ ഇഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ്.